നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. വേണ്ട രീതി കണ്ടോളാം. ഞാൻ മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞാൽ എന്താ മാന്യത കുറവ്? ചിലങ്കയുടെ കണ്ണിൻ്റെതായിരിക്കും തെറ്റായി പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സാറ് ഫയല് വീട്ടിൽ ചെന്ന് ചെയ്യാൻ തന്ന അവസരത്തെ കുറിച്ചാ. തെറ്റ് ചെയ്യുന്നവർക്ക് എല്ലാം കണ്ടാലും തെറ്റായിട്ട് തന്നെ തോന്നത്തുള്ളൂ. ഇതിനുള്ള മറുപടി ഞാൻ പറയാത്തതേ പേടിച്ചിട്ടല്ല, പറയാൻ എന്റെ നാക്ക് അറയ്ക്കുന്നത് കൊണ്ടാ. സാറിന്റെ വീട്ടിലുള്ളവരെ പോലെയാണ് എല്ലാ പെണ്ണുങ്ങളെന്ന് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടാ എന്നോട് ഇങ്ങനെ സംസാരിച്ച്. എന്തു പറഞ്ഞേ? ദേ എടി പോടി എന്നുള്ള വിളിയൊന്നും വേണ്ട. സാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാ ഞാനെന്ന് കരുതി ഞാൻ സാറിന്റെ അടിമയല്ല, അതോർത്തോ. ദേ ഇനി മേലെ ഈ രീതിയിൽ എന്നോട് സംസാരിച്ച അത് നിർത്താൻ എനിക്കറിയാം. ഒരു സ്ത്രീയോട് ഒരാള് കരുണയും കരുതലും കാണിക്കുന്നതിന് നിങ്ങളെപ്പോലുള്ള ദുഷിച്ച മനസ്സുള്ളവരുടെ കണ്ണിലെ ഒരർത്ഥേ കാണൂ. പക്ഷെ എല്ലാരും അങ്ങനെയാണെന്ന് കരുതരുത്. എന്താ സാറേ, ഏത് സമയം ആ കുട്ടിയുടെ പറയാണല്ലോ. ആ പാവം ജീവിച്ചു പോയിക്കോട്ടെ. അവളോ? അവളുടെ രൂപം ഭാവം കണ്ട് പാവമെന്ന് കരുതണ്ട, മഹാ അഹങ്കാരിയാ. സാറെന്തിനാ അന്യ സ്ത്രീകളുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നടക്കണേ? സാറിനിവിടെ ധാരാളം പണികളില്ലേ, ആദ്യം സ്വന്തം പണി ചെയ്യും. ഇല്ലെങ്കിൽ സാറിന് എന്നെ ദോഷം ചെയ്യും. കാലം ഒരുപാട് മാറി സാറേ. പെണ്ണിന് നേരെ മോശം കണ്ടുകൊണ്ട് നോക്കിയാൽ അപ്പ പണി കിട്ടും, അത് മറക്കണ്ട. രഘുവേട്ടാ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോഴേ ഇതിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരണം. ബേബി ഫുഡ് 2 ടിന് വാങ്ങിച്ചോ. പെട്ടെന്നെങ്ങാനും തീർന്നു പോയാ മക്കളെ വിശന്ന് കരയും. അല്ല, ഇപ്പൊ ഉണ്ടോ? അതോ കാലിയായിട്ടാണോ പറയുന്നത്? അല്ല, കാലിയായിട്ടൊന്നുമില്ല. ഉച്ചയ്ക്ക് രഘുവേട്ടൻ വരുന്നത് വരെ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ് ചെയ്യാനോ? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ? എന്താ അമ്പിളി ഇത്? കുഞ്ഞുങ്ങൾക്ക് വേണ്ട എന്താന്ന് വെച്ചാ നേരത്തെ പറഞ്ഞ് വാങ്ങിപ്പിക്കണ്ടേ? അവർക്കിവിടെ ഒന്നിനൊരു കുറവ് വരുത്തരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ഞാനിപ്പോ തന്നെ പോയി വാങ്ങിട്ട് വരാം, എന്നിട്ട് കമ്പനി പോവാം. വേണ്ട രഘു, നിനക്ക് വേറെ ഒരുപാട് തിരക്കുകളുള്ളതല്ലേ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ആ, എങ്കിൽ കുഴപ്പമില്ല. അമ്മ പോയിട്ട് വേഗം വരുമല്ലോ. ആ, എന്തൊക്കെ അമ്പിളി? അത് അത്യാവശ്യം വേണ്ടത് 2 ടിൻ ബേബി ഫുഡ് ആച്ചാ, പിന്നെ ഒരു ഫീഡിംഗ് ബോട്ടില്, ലച്ചുമോക്ക് ചുമയ്ക്കുള്ള സിറപ്പും. ഇതെല്ലാം കൂടി എത്ര വരുമായിരിക്കും? അത് അധികമൊന്നും ആവില്ലച്ചാ. എല്ലാം കൂടി ഒരു 1500 രൂപയുടെ അടുത്തേ വരും. ആ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. മോളെ അമ്പിളി. അച്ഛാ, എന്താ അച്ഛാ? അച്ഛന്റെ കയ്യില് ഒരു 1500 രൂപ ഉള്ളൂല്ലോ. ബാക്കിയുള്ളതൊക്കെ ഹോസ്പിറ്റലിൽ ചെലവായി. മോളുടെ കയ്യിൽ വല്ലതും? നീ കാശ് കൊടുക്കാതെയാണോ അമ്മാവനോട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്നത്? വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാൻ നിന്റെ ഞാൻ കാശ് ഏൽപ്പിച്ചതല്ലേ? രഘുവേട്ടാ, അത് ഏത്? അമ്മാവന്റെ കയ്യിലുള്ളത് പോരട്ടെന്ന് കരുതിയോ? പോയി കാശ് എടുത്തോണ്ട് ഓടി. എന്താ രഘുത്, എന്റെ കയ്യിൽ കാശില്ലാത്തോണ്ടല്ലേ ഞാൻ അവളോട് ചോദിച്ചത്. അമ്മാവന്റെ അവസ്ഥ അവൾ മനസ്സിലാക്കണ്ടേ? അമ്മാവൻ കൈനീട്ടേണ്ട അവസ്ഥ അവൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടല്ലടാ, അമ്പിളി എന്റെ മോളല്ലേ. അവളുടെ നിന്റെ മുമ്പില് എനിക്ക് കൈ നീട്ടുന്നുണ്ട്. എന്താ? വേണ്ട, അമ്മാവൻ ആരുടെ മുമ്പിൽ കൈനീട്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനുള്ളപ്പോ അമ്മാവൻ ആരുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അതെനിക്ക് സഹിക്കില്ല. ഓട്ടടാ, ഇങ്ങനെ ചിന്തിക്കാൻ ഒരു മരുമകൻ എനിക്കുണ്ടല്ലോ, അത് മതി. ഇതാച്ച പൈസ. ശരി, എന്നാ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ട് വരാം. പോയി നിന്റെ ജോലി നോക്കടാ. ഒരൊറ്റ
അമ്മ ഞാൻ അനുചിച്ചിട്ട് അടുത്തേക്ക് പോയിക്കോട്ടെ? എന്താ മോളെ ഇത്? ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അതെന്താ അമ്മേ, അനുചിച്ച് വിളിച്ചത് അമ്മയും കേട്ടല്ലേ? അതൊക്കെ ശരിയാ. അവര് വെറുതെ ഒന്നങ്ങ് ചെല്ലാൻ പറഞ്ഞു എന്ന് കരുതി നേരം വെളുക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പോകുന്ന എന്തിനാ? അതൊന്നും ശരിയല്ല മോളെ. അതിലെന്താ തെറ്റ്? അമ്മയ്ക്കിത് എന്താ പറ്റിയേ? നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ജോലിക്ക് പോവേണ്ടി വരുന്നുണ്ട്, ശരിയാ. പക്ഷെ ആ ബന്ധം അവിടെ നിർത്തണം. അല്ലാതെ അതിനപ്പുറമൊന്നും വേണ്ട. എല്ലാത്തിനും ഒരു പരിധി ഉള്ളത് നല്ലതാ മോളെ. ഇത് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ എന്താ രണ്ടുപേരുടെ? ഞാൻ അനുചിച്ചിട്ട് അടുത്തേക്ക് പോവാന്ന് പറയുമ്പോ ഈ അമ്മ വെറുതെ ഓരോന്നൊക്കെ പറയാ. എന്താ അമ്മേ, എന്തിനാ അവളെ തടയുന്നത്? അനുചേച്ചിക്ക് അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ സംസാരിക്കാൻ ചെല്ലാൻ പറഞ്ഞത്. അവള് പോയിട്ട് വരട്ടെ. അതല്ല മോനെ, ഇപ്പൊ നീ കൂട്ടുകാരെ കാണാനും കറങ്ങാനും ഒക്കെ പോകുന്നുണ്ടല്ലോ, ഞാൻ തടയാറില്ലല്ലോ. പക്ഷെ അതുപോലെയല്ല ഇവള്. ഇവളൊരു പെൺകുട്ടിയാ. വെറുതെ എന്തിനാ നമ്മുടെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്? നാളെ ഇവക്ക് ഒരാലോചന വരുമ്പോ വെറുതെ ആൾക്കാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കും. ശ്ശെ, അമ്മ ഇത് ഏത് കാലത്താ ജീവിക്കുന്നത്? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ പോലെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അവർ അയൽക്കാർ പറയുന്ന പരദൂഷണം പേടിച്ച് വീടിനുള്ളിൽ ഒതുങ്ങി കൂടുന്നവരല്ല. അമ്മ ഇപ്പൊ എന്താ പറയുന്നേ? ഞാനിപ്പോ പോണോ വേണ്ടേ? നീ പോയിട്ട് വാ പ്രതിഭേ. അവള് പോയിട്ട് വരട്ടമ്മേ. നമ്മുടെ പ്രതിഭയെ നമുക്കറിയാലോ, പിന്നെന്താ? പോയിട്ട് വാ, ഇനി ഞാനായിട്ട് തടയുന്നില്ല. എങ്കിൽ ഞാൻ പോയിട്ട് വേഗം വരാം. പോട്ടെ. ചെല്. പ്രശോഭേ, ഞാനങ്ങനെ പറഞ്ഞത് പ്രതിഭ അവിടെ ചെല്ലുമ്പോ സത്യൻ അവിടെ ഉണ്ടാവില്ലേ? സത്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഭാര്യയായിട്ട് പിരിഞ്ഞിരിക്കുക. അത്രയും മതി നമ്മുടെ നാട്ടുകാർക്ക് കഥയുണ്ടാക്കാൻ. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ആ സത്യന്റെ കൂടെ തന്നെയല്ലേ പ്രതിഭ ജോലി ചെയ്യുന്നത്? ആൾക്കാർക്ക് അപ്പോഴും പറയാലോ. എന്റെ അമ്മേ, നാട്ടുകാരെ ബോധിപ്പിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. പറയാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞോണ്ടേയിരിക്കും. അത് ചിന്തിക്കാൻ നിന്നാ അതിന് നേരണ്ടാവും. ആവശ്യമില്ലാത്തത് മറന്നിട്ട് അമ്മ പോയി അമ്മയുടെ പണി നോക്ക്. സത്യമാണോ ഭാനുമേ? നമ്മുടെ വിച്ചുമോൻ ചേട്ടനാവാൻ പോവാണോ? എന്തിനാണ് ഇങ്ങനെ വളച്ചു കെട്ടി ചോദിക്കുന്നേ? നിന്നെ ചെറിയച്ചാന്ന് വിളിക്കാൻ ഒരാൾ കൂടി ഈ വീട്ടിൽ വരാൻ പോന്നു, അതുപോലെ. ഏട്ടത്തി, ഏട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. വിച്ചുമോന് വരാൻ പോകുന്നത് ഒരു അനിയത്തിക്കുട്ടി തന്നെയായിരിക്കും, ഒരു സംശയമില്ല. എന്റെ ആഗ്രഹം തന്നെയാടാ. ചേട്ടൻ അനിയത്തിയും അനിയത്തിക്ക് ചേട്ടനും. അത് മതി, രണ്ടുപേരും മതി അല്ലേ? അനോ ഒന്നും മിണ്ടാതിരിന്ദ്രേട്ടാ. രണ്ടാള് പോരെ ഇന്ദിര, അവർക്ക് കൊഞ്ചിക്കാൻ കുറെ കൂടി കഴിയുമ്പോ ഒരു കുഞ്ഞു വാവ കൂടി വേണം. നീ പേടിക്കണ്ടേനോ. അപ്പോഴേക്കും സത്യനൊരു കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും. നമ്മുടെ മക്കളെ കൊഞ്ചിക്കാൻ അവര് മതി. ആ, അങ്ങനെ ആയാലും മതി. നിന്റെ മക്കളെയും കാണാനുള്ള ഭാഗ്യം ഈ ഭാനുമ്മയ്ക്കുണ്ടാവും സത്യ. ആദ്യം ഭാനുമ്മ ഇന്ദ്രേട്ടന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കൂടി കാണ്. ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം.